അല്ല, കരയേണ്ട സങ്കടങ്ങൾ കരഞ്ഞു തന്നെ തീർക്കണം. അല്ല രാധമ്മേ? ആ എനിക്കറിഞ്ഞൂടാ. രാധമ്മക്കിട്ടെന്താ കടന്തല് കുത്തിയോ? അല്ല, മുഖം ഏതാണ്ട് മാതിരി ഇരിക്കുന്ന. ഇവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നോ എന്റെ ശരീരത്തിലും ചെളി പടരും. മിണ്ടാതിരിക്കും. മനുഷ്യന് ദുഃഖവും കണ്ണീരും ഒക്കെ കൂടപ്പറപ്പാ. കരഞ്ഞു തീർത്താലേ അതിനൊരാശ്വാസം കിട്ടൂ. ദാ എന്നെ നോക്ക്, ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കരഞ്ഞിട്ടില്ല. ജനിച്ചു വീണപ്പോഴും കരഞ്ഞിട്ടില്ലേ? അത് നമ്മൾ ഓർക്കുന്നില്ലല്ലോ. പക്ഷേ ഞാൻ പറന്നു വീണപ്പോ കരഞ്ഞിട്ടില്ലെന്നാ എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ കൂലിക്ക് കരയാൻ പോകാറുണ്ട് കേട്ടോ. ആ, ഒരു ദിവസം 1000 രൂപയ്ക്ക് വരെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. 1000 രൂപയ്ക്ക് കരഞ്ഞെന്നോ? ആ, ഈ വലിയ വലിയ മുതലാളിമാരുടെ വീട്ടിലെ ഈ വല്യപ്പച്ചന്മാര് മരിച്ചാല് അവര് കൂലിക്ക് കരയാൻ ആളിനെ വിളിക്കും. ഒരു ദിവസം ഞങ്ങളുടെ നാട്ടില് അടുപ്പിച്ച് ഒരു 3 മുതലാളിമാരുടെ തന്തമാര് മരിച്ചു. മഹാദുഷ്ടന്മാരായിരുന്നു 3 പേരും. എങ്കിലും ഞാൻ കൂലിക്ക് പോയി നെഞ്ചത്തടിച്ച് കരഞ്ഞു. പക്ഷേ ഇടയ്ക്ക് ചത്ത് കിടന്ന ഒരുത്തനെ അവന് പണ്ട് തെങ്ങ പിടിച്ചു കെട്ടിയ കാര്യം ഓർത്ത് കരച്ചിലിനിടയിൽ ഞാനൊന്ന് ചിരിച്ചു. അവര് 500 രൂപ കുറച്ച്. ഇവരടുത്ത് വന്ന് ഇരുന്നാ മതി. പരദൂഷണമായിരിക്കും, പക്ഷെ തരക്കാരായിരിക്കും. ചിരിക്കാൻ പറ്റും. ഇന്ന് അളിയന്റെ അമ്മയുടെ നേതൃത്വത്തിലാണോ കുക്കിംഗ്? അയ്യോ, എനിക്കൊരു നേതൃത്വം വേണ്ടേ. പണ്ട് പഞ്ചായത്ത് ഇലക്ഷന് ഞാനൊന്ന് മത്സരിച്ചതാ. 19 വാർഡുള്ള പഞ്ചായത്തില് 9 ഒരു പക്ഷവും 9 മറ്റേ പക്ഷവും ജയിച്ച്. ഒരു വാർഡില് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന ഞാനും ജയിച്ച്. അതെങ്ങനെ? അല്ല, അത് എനിക്കെതിരായി നിന്നതേ ഒരു സാറായിരുന്നു. എന്നോട് മത്സരിക്കാനില്ലെന്നും പറഞ്ഞുകൊണ്ട് അയാൾ പത്രിക പിൻവലിച്ച്. 9 ഞാനും. പഞ്ചായത്ത് ഭരണം എന്റെ ഒറ്റ വോട്ടിന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ പ്രസിഡന്റ് ആക്കണോന്ന്. ഷോ, അവന്മാരെല്ലാം കൂടെ വന്ന് എന്റെ കഴുത്തിന് ചുറ്റി പിടിച്ചിട്ട് എന്റെ രാജി എഴുതി വാങ്ങിച്ച്. മാന്യനായ നിന്റെ ഹസ്ബൻഡിനെ തല ചായ്ക്കാൻ ഒരു കൂര പോലും ഇല്ല. ഉള്ളതൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടുത്തല്ലേ. ഞാൻ ജീവിച്ചോളാം. നിങ്ങള് അമ്മയുടെയും മകന്റെയും കാര്യത്തില് എനിക്ക് സങ്കടം അല്ലേ രാജു? അതെ, ഈ തള്ളയുടെയും മോന്റെയും കാര്യത്തില് എനിക്കും അതിയായ സങ്കടം ഉണ്ട് ഋതു. ചൂടാവാതെ പാൽക്കാരി അംബികെ. പണ്ട് സൂര്യമംഗലത്ത് മഹാദേവ വർമ്മ സാറിനെ പറ്റിച്ചു. ചാണകം കട്ടുവിറ്റും പാൽ കച്ചവടം നടത്തിയും ചില്ലറ തരികട ഏർപ്പാടുകളും ചെയ്ത് ജീവിച്ചു. മര്യാദയ്ക്ക് സംസാരിക്കണം. കേൾക്ക് മാഡം. രാജു, ബാക്കി ഞാൻ പറയാം. എനിക്കും ഫീലിങ്സ് ഇല്ലേ? സൂര്യമംഗലം കഴിഞ്ഞ് പ്രതാപവർമ്മ സാറിന്റെ കൂടെ കൂടി. ജന്മം മുഴുവൻ പാരസൈറ്റ്, ഇത്തിക്കണ്ണി. എന്തിനിങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്ന? ചത്തൂടെ? നിന്നെ ഞാനേ പണ്ടു മുതലേ നോട്ടം ഇട്ടതാ. ഇതൊന്നും അല്ല നിന്റെ അന്ത്യം. ഇപ്പൊ നിനക്കേ നിന്റെ തന്തേ ഇല്ലാതായുള്ളൂ. ഇനി നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നതേ വേറെ പലതുവാ. നിന്നെ ഞാൻ തെരുവ് നീളം നടത്തി തെണ്ടിക്കും. പോയി വേറെ വല്ല പണി നോക്കടി അമ്പികെ.
വിളയാതടാ. സോളമനും സൂസമ്മയും നല്ല ചേർച്ച. നീ ഈ ഓഫീസിൽ കയറി നിരങ്ങാൻ തുടങ്ങിയപ്പോഴേ ഞാനിത് പ്രതീക്ഷിച്ചതാ. അപ്പോ ഈ സേവനത്തിന് എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ തരണ്ടേ? ഡാ, നിന്റെ പെടലിക്ക് നീര് വരുന്നതിന് മുമ്പ് സൂസമ്മയോട് പറയേ, അവള് തിരുമ്മി തരൂടാ.